ബി.ജെ.പിക്ക് പൂർണ്ണ പിന്തുണയുമായി ടി.പി. സെൻകുമാർ. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 50% വോട്ട് നേടുമെന്നാണ് സെൻകുമാർ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം വില പോകില്ലെന്നും സെൻകുമാർ തുറന്നടിക്കുന്നു. കേരളത്തിലെ എല്ലാ ലോക്സഭാ സീറ്റിലും ബി.ജെ.പി 50% വോട്ട് നേടി വിജയിക്കുമെന്നാണ് മുൻ DGP സെൻകുമാറിന്റെ അഭിപ്രായം. കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യമായ കോമ ഒന്നും ഇനി വിലപ്പോകില്ലെന്നും സെൻകുമാർ തുറന്നടിക്കുന്നു. ബി.ജെ.പിയുടെ ആറ്റിങ്ങൽ മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുൻ DGP. കുമ്മനത്തിന് ജയിക്കാൻ ബി.ജെ.പിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെയും ആവശ്യമില്ല. ജനങ്ങൾക്ക് വിവരം വച്ചുവെന്നും ഇനി ബി.ജെ.പിയെ ഭിന്നിപ്പിച്ച് തോൽപ്പിക്കാൻ ആകില്ലെന്നും സെൻകുമാർ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും സംസ്ഥാന സർക്കാർ കോപ്പിയടിക്കുകയാണ്. ഓരോ ബൂത്തിലും മോദിയുടെ നേട്ടങ്ങൾ പറയണം, അദ്ദേഹം ബി.ജെ.പി പ്രവർത്തകരോട് പറഞ്ഞു. ഇവിടെ CPM ഓഫീസ് ഉണ്ടോ, അവിടെ പീഡനമുണ്ടെന്നും പീഡനത്തിന്റെ തീവ്രത അളക്കാൻ കമ്മിറ്റികൾ ഉണ്ടെന്നും ടി.പി. സെൻകുമാർ പറയുന്നു. അതാണ് CPMന്റെ സ്ത്രീ ശാക്തീകരണം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ടി.പി. സെൻകുമാർ രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ ചിലർ കാശ്മീരിന്റെ കാര്യമെന്നപ്പോൾ പറയുന്നത് പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് പോകണമെന്നാണ്. ഇങ്ങനെയുള്ളവരെ കുറച്ചുനാൾ കാശ്മീരിൽ താമസിപ്പിക്കണം. ഒന്നുകിൽ പാകിസ്ഥാന്റെ വെടിതീരും, അല്ലെങ്കിൽ ഇവരുടെ വെടിതീരും. വടകര മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്ത് ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവരുടെ പാർട്ടി പത്രം മാത്രം വായിക്കാനും അവരുടെ ചാനൽ മാത്രം കാണാനും വിധിക്കപ്പെട്ട കുറെ ജനങ്ങളുമുണ്ട്. ഇവർക്ക് ഇത്തിരി ശുദ്ധമായി കടത്തിവിടാനാണ് ശ്രമിക്കേണ്ടത്. ഷുഹൈബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും ഒക്കെ കൊന്നപ്പോഴും സൈനികർ മരിച്ചു വീണപ്പോഴും സാംസ്കാരിക നായകർ മിണ്ടിയില്ല. ഇവരെ വിളിക്കേണ്ടത് സാംസ്കാരിക നായ്ക്കൾ എന്നാണ്. യജമാനൻ പറയുന്നതിനനുസരിച്ച് കുറയ്ക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്, അല്ലാതെ നായ്ക്കളെ അധിക്ഷേപിക്കാനല്ലെന്നും സെൻകുമാർ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.